ചിലപ്പോൾ മഴ തുടങ്ങി ജലജന്യ രോഗങ്ങൾ ഈ ഒരു അവസരത്തിൽ കൂടുമോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ വേണ്ടത്? കേരളം പോലുള്ള പ്രദേശത്ത് പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. അപ്പം അത് പലപ്പോഴും ഗവൺമെൻറ്റുകളുടെ തയ്യാറെടുപ്പില്ലായ്മ അപകടം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ക്രിസ്മസ് എപ്പോഴാണെന്നറിയാം, ഓണം എപ്പോഴാണെന്നറിയാം, ബക്രീദ് എപ്പോഴാണെന്നറിയാം. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ മഴക്കാലം. മഴക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ജനങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം, പക്ഷേ ജനങ്ങളെ എല്ലാ വർഷവും എല്ലാ തവണ അറിയിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ റബ്ബർ ടാപ്പിംഗ് നടത്തിയ ചിരട്ടകളിൽ വെള്ളം നിൽക്കരുത്, മറിച്ച് കളയണമെന്ന് പറയും. ടയറിൽ വെള്ളം കെട്ടിക്കിടന്നാൽ പഴയത് മറിച്ച് കളയണമെന്ന് പറയും. വെള്ളം എങ്ങും കെട്ടിക്കിടക്കാതിരിക്കാൻ നോക്കണമെന്ന് പറയും. ടെറസിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ നോക്കണം. ഇതൊക്കെ പറയുന്ന കാരണം കൊതുവിൻ്റെ വളർച്ച തടയാനായിട്ടാണ്. അപ്പോൾ നിരന്തരമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ കുറേ നാളായിട്ട് അത് കാണുന്നില്ല. പിന്നെ കോവിഡൊക്കെ വന്നപ്പോൾ ശ്രദ്ധയൊക്കെ അതിലോട്ട് മാറി, നമ്മുടെ റിസോഴ്സസ് അതെല്ലാം അതിനകത്തോട്ട് മാറിയതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാ രോഗങ്ങളുടെ കാര്യം എപ്പോഴും ഓർത്തിരിക്കാനൊന്നും കഴിയണമെന്നില്ല. അപ്പോൾ അതിന് സർക്കാരിന്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. ശുചീകരണ പ്രവർത്തനം നടത്തേണ്ട മറ്റ് വകുപ്പുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ആരോഗ്യവകുപ്പ് ഒരു കോർഡിനേഷൻ ഏകോപിപ്പിക്കൽ നടത്തേണ്ടതുണ്ട്. ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ഡെങ്കി പരത്തുന്ന കൊതുക് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾ കൊതുകുവലയിട്ട് കിടന്നിട്ട് ഡെങ്കി വന്നു. ഡെങ്കി പരത്തുന്ന കൊതുക് പകൽ സമയത്താണ് നമ്മൾ കടിക്കുന്നത്. പകൽ സമയത്ത് അത് മുറികളിലുണ്ടാകും. നമ്മൾ പകലാരും കൊതുകുവലയിട്ട് കിടക്കാറില്ല, രാത്രിയാണ്. ഇപ്പോൾ രാത്രി കൊതുകുവലയിട്ട് കിടക്കുന്ന മലമ്പനി പോലുള്ള രോഗങ്ങൾ വരായിരിക്കണം. അത് മൂലം കുറവുമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഡെങ്കിപ്പനിയുടെ കൊതുക് പകൽ നമ്മുടെ മുറികളിലൊക്കെ ഉണ്ടാകും, അതിൻ്റെ കടി കിട്ടാതിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊതുകുവലയിൽ ഇടേണ്ടത് നമ്മുടെ വീട്ടിനകത്തേക്ക് കൊതുക് കടക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ മിക്കവാറും വീടുകളിൽ മുന്നിലൊരു ഗേറ്റ് അതിലൊരു കതക് കാണും, ഏറ്റവും പിന്നിലൊരു കതക് കാണും. ആ രണ്ട് കതകുകളും കൊതുക് കടക്കാത്ത രീതിയിൽ എന്തെങ്കിലും വല അടിക്കുകയോ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. തീരെ പണമില്ലാത്തവരാണ് കൊതുക് വല പോലത്തെ വലകൾ അടിച്ചാലും മതി. അതുപോലത്തെ തുറന്നിടാൻ സാധ്യതയുള്ള ജനലുകളും വലകൾ ഇട്ട് കഴിഞ്ഞാൽ വീടിനകത്ത് കൊതുക് കയറില്ല. വീടിനകത്ത് കൊതുക് കയറിയില്ലെങ്കിൽ ഡെങ്കിപ്പനി വരില്ല. നമ്മൾ പുറത്ത് പോകേണ്ടി വരും. അത്തരം സ്ഥലങ്ങൾ അവിടെ ആയിരിക്കണം. എല്ലായിടത്തും ഇപ്പോൾ കൊതുക് വരാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പിന്നെ ഇത് നമ്മുടെ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ജാപ്പനീസ് എൻകഫലൈറ്റിസ്, പിന്നെ ലെപ്റ്റോസ്പൈറോസ് എന്ന് പറയുന്ന എലിപ്പനി എന്ന് പറയുന്നുണ്ട്. അതും ഈ ജന്തുക്കളുടെ അത് പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിരിക്കാം. ഇവരുടെയൊക്കെ മൂത്രത്തിലൂടെ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് ജലത്തിൽ പടരുക. നമ്മൾ ചെരുപ്പിടാതെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ മുറിവുകളിലൂടെയും ഇതിൻ്റെ അണുക്കൾ ശരീരത്തിൽ പകരുകയൊക്കെ ചെയ്യും. അപ്പോൾ മലിനജലത്തിൽ കഴിവും സഹകരിക്കുക, അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, പറമ്പിലെ കടക്കണി ചെരുപ്പിട്ട് നടക്കുക, അത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. മൊത്തത്തിൽ ശുചിത്വം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലത്തെ കൊതുകുകൾ, അതുപോലത്തെ ജീവികൾ നമ്മുടെ വീട്ടിൽ കടക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ഇപ്പോൾ പലയിടത്തും കക്കൂസ് മാലിന്യം ചേർന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പുഴകളിലോട്ടോ ഒക്കെ വെള്ളപ്പൊക്കം വരുമ്പോൾ, മഴ വരുമ്പോഴത്തേക്ക് കക്കൂസ് മാലിന്യങ്ങളൊക്കെ ഒഴുകി മറ്റൊരു പലയിടത്തും നമ്മൾ കുടിക്കുന്ന വെള്ള സ്രോതസ് കിണറ്റിലോട്ട് കയറിന്ന് വരും. വേറൊരു കക്കൂസിൽ മാലിന്യങ്ങൾ മഴ മൂലം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം മൂലം വേറെ ആളുടെ കിണറിലേക്കായിരിക്കും പതിക്കുന്നത്. അല്ലെങ്കിൽ പൈപ്പുകൾക്ക് പൊട്ടലുണ്ടായിട്ട് മാലിന്യം കലരാം. അപ്പോൾ അതുകൊണ്ട് വെള്ളം ശുദ്ധമായി വെള്ളമാണെന്ന് ഉറപ്പുവരുത്തുക, വൃത്തിയാക്കി വെള്ളം ഉപയോഗിക്കുക. കിണറ്റിലേക്കാണെങ്കിൽ ക്ലോറിനേഷനൊക്കെ നടത്തുന്നതിനെ പറ്റി കൃത്യമായി അറിഞ്ഞ് ചെയ്യുക. പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. തിളപ്പിച്ചാറ്റി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ രോഗാണുക്കൾ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരായിരിക്കും നോക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ കോളറ മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോളറ മരണം നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ ശുചിത്വ രീതികളുടെ പ്രശ്നമാണ്. അപ്പോൾ തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ ഈ കഴുകാതെ പച്ചക്കറികളൊക്കെ സാലഡായിട്ട് കഴിക്കുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ വൃത്തിയോടെ തന്നെയാണ് ഭക്ഷണം വിളമ്പുവാൻ ശ്രദ്ധിക്കുക. തുറന്നിരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക, ചൂട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇത്തരം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് നല്ല വെള്ളം മാത്രം കുടിക്കുക, ഇതെല്ലാം തിളപ്പിച്ചാറ്റി വെള്ളം. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് തന്നെ പല നമ്മുടെ ഉദരത്തിലേക്കും കുടലിലേക്കും ഒക്കെ രോഗാണുക്കൾ പോയിട്ടുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾ തടയാൻ പറ്റും. കോളറ പോലുള്ള രോഗങ്ങൾ കൊണ്ട് കേരളത്തിൽ മരണം ഉണ്ടാകുമെന്ന് പറയുന്നത് നാണക്കേടാണ്. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി, കേരളം ആരോഗ്യത്തിൽ നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞിട്ട് വയറിളക്കമൊക്കെ വന്നിട്ട് മനുഷ്യൻ ചത്തുപോകുന്നത് കഷ്ടമാണ്. അത് ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അതിനകത്ത് സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധയും ആവശ്യമുണ്ട്. സർ, വരുന്നത് ജൂൺ മാസമാണ്, അധ്യയന വർഷ ആരംഭമാണ്. കൊച്ചുകുട്ടികളെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് അയക്കുന്നു, അതും ഈ മഴക്കാലത്ത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ ചെലുത്തേണ്ടത്?
അപ്പം നമുക്ക് കുട്ടികളുടെ ഭക്ഷണമൊക്കെ അപൂർവമായിട്ട് സ്കൂളിൽ നിന്നൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മൾ ശുചിത്വമുള്ള ഭക്ഷണ രീതികളാണ് എല്ലായിടത്തും നമ്മൾ ഉറപ്പുവരുത്തുന്നത്. കുട്ടികൾ ഭക്ഷണം നമ്മൾ കൊടുത്തുവിടുകയാണെങ്കിൽ നമ്മൾ ശുചിത്വത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ കുട്ടികളോടും പറയേണ്ടത് തുറന്നിരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. തുറന്നിരിക്കുന്ന ഭക്ഷണത്തിൽ ഈച്ച വന്ന് പറ്റും. ഈച്ച വരുന്ന മനുഷ്യമലത്തിൽ ഇരുന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുക. രോഗാണുക്കൾ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അവിടെ ഇവിടെയൊക്കെ കലക്കി കൊടുക്കുന്ന ജ്യൂസ്, അപ്പോൾ കലക്കുന്ന ആളുടെ കൈകൾക്ക് പോലും വൃത്തി ഉണ്ടാകണമെന്നില്ല. കൈകളിലൂടെ രോഗാണുക്കൾ നമ്മുടെ വയറ്റിനുള്ളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തുറന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കരുത്, തണുത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കരുത്, തുറന്നു വെച്ചിരിക്കുന്ന ഈച്ച പറ്റാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുതെന്ന് കുട്ടിയോട് പറയണം. താഴേക്ക് വീണ ഭക്ഷണം എടുത്ത് കഴിക്കരുതെന്ന് പറയണം. പിന്നെ ഭക്ഷണം സുരക്ഷിതമായി നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ച് വയ്ക്കാണ്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ചൂടാക്കി കഴിക്കുക ഭക്ഷണം. ചൂടുള്ള ഭക്ഷണം അതിന് തണുത്തതിന് ശേഷം പുതുതായിട്ട് വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ ശുചിത്വവും വ്യക്തി ശുചിത്വവും ഒക്കെ പ്രധാനമാണ്. സ്കൂളിലെ ടോയ്ലറ്റുകൾ, യൂറിനുകൾ അതൊക്കെ ശുദ്ധിയുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പൈപ്പ് വൃത്തിയാണ് ഉറപ്പുവരുത്തുക. കുട്ടികളൊക്കെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകുന്ന ശീലം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പലപ്പോഴും മറ്റു കുട്ടികൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് പകർന്ന് വയറ്റിലേക്ക് രോഗാണുക്കൾ പോകുന്നത് തടയാൻ കഴിയും. അത്തരം പൈപ്പുകളും ടോയ്ലറ്റുകളൊക്കെ സ്കൂളിലുണ്ടെന്ന് അവ വൃത്തിയുള്ളവയാണെന്നും ഉറപ്പുവരുത്തണം. പിന്നെ സ്കൂളിലൊക്കെ പലപ്പം കുട്ടികൾ ഗേറ്റിൻ്റെ അടുത്തൂടെയൊക്കെ വന്നിട്ട് പല പദാർത്ഥങ്ങളും ഒക്കെ അല്ലെങ്കിൽ മധുരപലഹാരങ്ങളും ഒക്കെ പലരും കച്ചവടം നടത്തുന്നുണ്ട്. അതിനകത്ത് പലപ്പോഴും ഇതുപോലത്തെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് വയറിളക്കമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ ഈ നമ്മൾ കൊണ്ടുനടന്ന് വിൽക്കുന്ന വൃത്തിഹീനമായി വിൽക്കുന്ന അത്തരം ഭക്ഷണങ്ങൾ കുട്ടികൾ കഴിക്കാതെ നമ്മൾ രക്ഷകർത്താക്കൾ നോക്കണം. കാണുമ്പോൾ ടേസ്റ്റുള്ള നമ്മളും കുട്ടികളായിരുന്നപ്പോൾ നമുക്കൊക്കെ കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വളരെ മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ പോലും, പ്രത്യേകിച്ച് ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വെള്ളം കുടിക്കുന്നതും വൃത്തിയുള്ള സോഴ്സിൽ നിന്നാണ് എന്ന് ഉറപ്പുവരുത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റും, കൊടുത്തുവിടുക കുപ്പികളിൽ, വാട്ടർ ബോട്ടിൽ, അല്ലെങ്കിൽ സ്കൂളിൽ ശുദ്ധമായ വെള്ളമാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഈ നമ്മുടെ ഫ്ലൂ ഒക്കെ വരാറുണ്ട്, ജലദോഷപ്പനിയൊക്കെ നമ്മൾ പറയുന്നത്. അത് കുട്ടികൾക്ക് പനിയുണ്ടെങ്കിൽ സ്കൂളിൽ വിടാതിരിക്കുക. അപ്പോൾ ആ 2 ദിവസത്തെ ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെയൊക്കെ പേടിയൊന്നും വേണ്ട. 1-2 ക്ലാസ്സിൽ പോയില്ലെന്നുകൊണ്ട് കുട്ടികൾക്ക് അപകടം സംഭവിക്കില്ല. ഈ കുട്ടികൾ പനിയോടുകൂടി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകാനും പനി വഷളാകാനും അവർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പനിയുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ കുട്ടി വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക. മാത്രമല്ല, ഈ പകർച്ചപ്പനികളായതുകൊണ്ട് കുട്ടി സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് മറ്റു കുട്ടികൾക്കും കൊടുക്കും. ഇത് അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ വിട്ടുമാറാത്ത പനിയും ജലദോഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം നമ്മുടെ കുട്ടിക്ക് അസുഖം നമ്മൾ ആ കുട്ടിയെ വിട്ടു, അത് അടുത്ത കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ഇത് ക്ലാസ്സിന് സ്കൂളിലേക്ക് ഇനി സർക്കുലേറ്റ് ചെയ്യും. 2 മാസം കഴിയുമ്പോൾ ഈ സ്കൂളിലെ ഈ ജലദോഷം മാറുണ്ടാവില്ല, നമ്മുടെ കുട്ടിക്ക് വീണ്ടും കിട്ടും, അല്ലെങ്കിൽ അടുത്ത മാസം കിട്ടും, അടുത്ത ആഴ്ച കിട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു സ്കൂളിലോ ഒരു സ്ഥാപനത്തിലോ ജലദോഷമൊക്കെ പടരാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പോകാതിരിക്കുക. അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മാസ്ക് ധരിക്കുക, കൈ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക, കൈ കഴുകുക, എല്ലാവരും പിടിക്കുന്ന പ്രതലത്തിൽ നമ്മൾ പിടിക്കാതിരിക്കുക, കയ്യിൽ കർച്ചീഫ് കരുതുക, ടിഷ്യൂ പേപ്പർ കരുതുക. ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടിക്കാലത്തോട്ട് നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കണം. നമ്മളും മുതിർന്നവർ, അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും അവരുടെ മുന്നിൽ പെരുമാറുന്നതാണ് കുട്ടികൾ കണ്ടുപിടിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കാൻ വേണം.